ओम शांति। ഓം ശാന്തി 24/12/2020। बाबा कहते, मीठे बच्चे, बाप तुम्हें स्मृति दिलाते ही तुम पावन थे, फिर 84 जन्म लेते लेते पतित बने हो, अब फिर से पावन बनो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. കുട്ടികൾ പാവനമായിരുന്നു, വീണ്ടും 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതരായി തീർന്നു, ഇപ്പോൾ വീണ്ടും പാവനമാകും. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. നമ്മൾ പാവനമായിരുന്നു, 84 ജന്മങ്ങൾ എടുത്ത് നമ്മൾ പതീതരായി മാറി, ഇപ്പോൾ വീണ്ടും പാവനമാകൂ. ചോദ്യം, बेसमझ से समझदार बनने वाले बच्चों से बाप कौन सी बात पूछकर किस पुरुषार्थ की राय देते हैं? അവിവേകികളിൽ നിന്നും വിവേകശാലികളായി മാറുന്ന കുട്ടികൾക്ക് ബാബ ഏതൊരു കാര്യം ചോദിച്ച് ഏതൊരു പുരുഷാർത്ഥത്തിന്റെ നിർദ്ദേശം നൽകുന്നു? അവിവേകികളിൽ നിന്നും വിവേകശാലിയായി മാറുന്ന കുട്ടികൾക്ക് ബാബ ഏതൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഏതൊരു പുരുഷാർത്ഥത്തിന്റെ നിർദ്ദേശമാണ് ആരായുന്നത്? ബാബ പറയുന്നു, बच्चे, हमने तुमको कितना धन दिया था, तुम्हारे पास अनगिनत धन था. ബാബ പറയാണ്, കുട്ടികളെ, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം ധനം നൽകിയിരുന്നു, നിങ്ങളുടെ പക്കൽ എത്രമാത്രം ധനം ഉണ്ടായിരുന്നു, അല്ലെ? എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്ത് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. फिर तुमने इतने सब कहां गवाए? ഇത്രയും സമ്പത്ത് നിങ്ങൾക്കുണ്ടായിട്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സമ്പത്ത് ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എവിടെയാണ് അതെല്ലാം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത്? എവിടെ കളഞ്ഞു കുളിച്ചു? തും ഇത്തിനെ സോൾവെന്റ് കേസ് ബനി, ഇത്രയും നിങ്ങൾ പാപ്പരായി തീർന്നത് എങ്ങനെയാണ്? ഭാരത് ജോ സോനേക്ക് ചിടിയാ ഥാ വോ ഏസാ കേസെ ബൻ ഗയാ. ഭാരതം സ്വർണ പക്ഷിയായിരുന്നു, പക്ഷേ എങ്ങനെ ഇതുപോലെയായി മാറി? അപ്പൊ ഭാരതം സ്വർണ പക്ഷിയായിരുന്നു, പക്ഷെ ആ ഭാരതം എങ്ങനെയാണ് ഇത്രയും പാപ്പരായ അവസ്ഥയിലേക്ക് വന്നത്? अब बाप राय देते हैं, बच्चे, फिर से पुरुषार्थ कर രാജ്യം सीख कर तुम स्वर्ग का मालिक बनो. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുകയാണ്, വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് രാജയോഗം പഠിച്ച് നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായി മാറും. ഇപ്പൊ ബാബ കുട്ടികൾക്ക് നിറയെ ധനം നൽകിയിരുന്നു, അല്ലെ? കുട്ടികളുടെ അടുത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ധനം ഉണ്ടായിരുന്നു, അല്ലെ? നിങ്ങൾ ഇതൊക്കെ എവിടെയാണ് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത്? അല്ലെ? എങ്ങനെ നിങ്ങൾ ഇത്രയും പാപ്പരായി തീർന്നു? അല്ലെ? ഭാരതം സ്വർണ പക്ഷിയായിരുന്നു, പക്ഷേ അല്ലെ, പിന്നെ ഈ ഒരു പരുവത്തിലെ ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? ഇപ്പോൾ ബാബ വന്നിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം നൽകുകയാണ്, കുട്ടികളെ, വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് രാജയോഗം പഠിച്ച് നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളാകൂ. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അവിവേകിയിൽ നിന്നും വിവേകശാലിയായി മാറുന്ന കുട്ടികൾക്ക്, അല്ലെ, ബാബ എന്താണ് ആ കുട്ടികളോട് ചോദിച്ച് ഏത് പുരുഷാർത്ഥത്തിനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്? ഓം ശാന്തി. ബच्चे यहाँ किसको याद करते? അല്ലെ, കുട്ടികൾ ഇവിടെ ആരെയാണ് ഓർമ്മിക്കുന്നത്? അപ്നെ ബേഹദ് കെ ബാപ്പ്, തന്റെ പരിധികളില്ലാത്ത അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. तो वो कहाँ है? ആ അച്ഛൻ എവിടെയാണ്?
उनको पुकारा जाता है ना पतित पावन। आजकल സന്യാസി भी कहते हैं പതിത പാവൻ സീതാറാം. അല്ലെ, പരമാത്മാവിനെ വിളിക്കുന്നത് എന്താണ്? പതിത പാവനൻ. ബാബ പറയണ ഇന്നത്തെ കാലത്ത് സന്യാസികളും വിളിക്കുന്നുണ്ട് അല്ലെ, പതിത പാവന സീതാറാം. അർത്ഥാത് ഹം പതിതോം കോ പാവൻ ബനാനെ വാലെ ആവോ. പതിത പാവന സീതാറാമിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ പതിതരിൽ നിന്നും പാവനമാക്കി മാറ്റുന്ന അല്ലെ ബാബ വരൂ, അല്ലെ ഭഗവാനെ വരൂ എന്ന് വിളിച്ചത്. ഏതോ ബച്ചി സമസ്തേ, ഇത് കുട്ടികൾക്ക് അറിയാം. പാവൻ നയി ദുനിയ സത്യക്കോ പതിത് ദുനിയ കലിയുക്കോ കഹാജാത്ത. അപ്പൊ കുട്ടികൾ ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പതീതമായിട്ടുള്ള ലോകം പഴയ ലോകം കലിയുഗമാണ്, പാവനമായിട്ടുള്ള പുതിയ ലോകം സത്യുഗമാണ്. അഭിതും കഹാ ബൈഠേ ഹോ. ബാബ ചോദിക്കാണ്, ഇപ്പോൾ കുട്ടികള് എവിടെയാണ് ഇരിക്കുന്നത്? കലിയുഗ് अंत में इसलिए पुकारते हैं बाबा आकर हमको पति से पावन बनावो. അല്ലെ, ഇപ്പൊ നമ്മള് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ വിളിക്കുകയാണ്, ബാബ വന്ന് ഞങ്ങളെ പതീതരിൽ നിന്നും പാവനമാക്കി മാറ്റൂ. तो हम कौन है? അല്ലെ, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്? അല്ലെ, നമ്മൾ ആരാണ്? നമ്മൾ ആത്മാവാണ്. ആത്മാക്കു ഹി പാവൻ ബന്നാകെ. ആത്മാവിനാണ് പാവനമായി മാറേണ്ടത്. ആത്മ പവിത്ര ബന്തി ഹെ ഫിർ ശരീർ ഭി പവിത്ര ബനതാ ഹെ. ആത്മാവ് പവിത്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആത്മാ പതീത് ഹേ തോ ശരീർ ഭി പതീത്. ആത്മാവ് പതീതമാണെങ്കിൽ ശരീരവും പതീതമായത് ലഭിക്കുകയും. ഏ ശരീർ തോ മിട്ടി കാ പുത്ലാ ഹെ. ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പാവയാണ്. ആത്മാ തോ അവിനാശി. ആത്മാവ് അനശ്വരമാണ്. आत्मा इन ऑर्गन्स द्वारा कहती है, पुकारती है, हम बहुत पतित बन गए. ആത്മാവ് ഈ ഓർഗൻസിലൂടെ പറയാണ്, വിളിക്കാണ്, അല്ലെ, ബാബ ഞങ്ങൾ വളരെയധികം പതിതരായി മാറിക്കഴിഞ്ഞു. ആക്കർ നമുക്ക് പവൻ ബനാവോ. ഇവിടെ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. तो बाप पावन बनाते हैं, पांच विकारे रूपी रावण पतित बनाते हैं. അല്ലെ, പരമാത്മാവാകുന്ന ആത്മീയ അച്ഛൻ നമ്മളെ പാവനമാക്കി മാറ്റുന്നു. പഞ്ചവികാരങ്ങൾ രാവണൻ നമ്മളെ പതീതരാക്കി മാറ്റുന്നു. പാവൻ സത്യയുഗക്കോ പതീത് കലിയുഗക്കോ കഹാജാത്ത ഹെ. പാവനം എന്ന് വിളിക്കുന്നത് സത്യയുഗത്തെയാണ്, പതീതം എന്ന് വിളിക്കുന്നത് കലിയുഗത്തെയാണ്. അഭി തുംകോ ബാപ്നെ സ്മൃതി ദിലായി തും പാവൻ ധേ. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തന്നിരിക്കുകയാണ്, അല്ലെ, നമ്മൾ പാവനമായിരുന്നു. तो फिर ऐसे ऐसे 84 ജന്മ लिए. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് 84 ജന്മങ്ങൾ എടുത്തത്? അഭി ബഹോ ജന്മോക്കെ അന്ത്യക്കേവി അന്ത്യത്തിക്കും. ഇപ്പോൾ നമ്മൾ വളരെ ജന്മങ്ങളുടെ അന്ത്യത്തിന്റെയും അന്തിമ ജന്മത്തിലാണ്. 84 ജന്മ പൂരെ ഹുയെ. നമ്മുടെ 84 ജന്മങ്ങൾ പൂർത്തിയായിരിക്കും. तो अभी बहुत जन्मों का अंत के भी अंत में हो. ഈ സമയത്ത് നമ്മള് അനേക ജന്മങ്ങളുടെ അന്ത്യത്തിന്റെയും അന്ത്യത്തിലാണ് ഉള്ളത്. 84 ജന്മ പൂരെ ഹുയെ. 84 ജന്മം നമ്മുടെ പൂർത്തിയായിരിക്കുന്നു. तो മനുഷ്യ സൃഷ്ടി രൂപി ജാഡ് ഹെ മേ ഇൻകാ ബീജ് രൂപ. ബാബ പറയാണ്, ഇതാണ് മനുഷ്യ സൃഷ്ടി വൃക്ഷം. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജരൂപനാണ് ഞാൻ. മുझे बुलाते हैं हे परमपिता परमात्मा. എന്നെ വിളിക്കുന്നുണ്ട്, ഹേ പരംപിത പരമാത്മ. तो गॉडफादर लिबरेटर और गाइड भी है. ബാബ ഗോഡ്ഫാദർ ആണ്, ലിബറേറ്റർ ആണ്, ഗൈഡുമാണ്. तो हर एक को अपने लिए कहते हैं मुझे छुड़ाओ. അല്ലെ, ഓരോരുത്തരും അവരവരെ കുറിച്ച് എന്താ പറയുന്നത്? അല്ലെ, ഗോഡ്ഫാദർ ലിബറേറ്റർ ആണ്, ഗൈഡുമാണ്. ഓരോരുത്തരും സ്വയത്തെ കുറിച്ച് പറയാണ്, എന്നെ രക്ഷിക്കൂ, അല്ലെ, ഇവിടെ നിന്നും രക്ഷിക്കൂ. പണ്ടാ ബൻകർ ശാന്തിധാം ലേ ജാവോ. ഞങ്ങളുടെ വഴികാട്ടിയായി, ഗൈഡായി ശാന്തിധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞ് വിളിക്കാണ്. സന്യാസി ആദിബി कहते हैं സ്ഥായി ശാന്തി कैसे मिले. അല്ലെ, സന്യാസികളും വിളിക്കാണ്, സ്ഥായി ആയിട്ടുള്ള ശാന്തി എങ്ങനെ ലഭിക്കും? അവ ശാന്തി ധാം തോ ഹെ മൂലവതൻ. ബാബ പറയാണ്, ശാന്തി ധാമം എന്ന് പറഞ്ഞാൽ മൂലവതനമാണ്. ജഹാസെ ഫിർ ആത്മായെ പാർട്ട് ബജാനെ ആത്തി ഹെ. ആ ശാന്തി ധാമത്തിൽ നിന്നാണ് നമ്മൾ ആത്മാക്കൾ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി വരുന്നത്. ബഹാസർ ആത്മായി ഹെ ശരീർ നഹി ഹെ. ബാബ പറയാണ്, ശാന്തിധാമത്തിൽ
ആത്മാക്കൾ മാത്രമേയുള്ളൂ. അവിടെ ശരീരമില്ല. ആ മൂലവതനം ശാന്തിധാമമാണ്, അല്ലെ, നമ്മുടെ വീടാണ്. പക്ഷെ ഇവിടേക്ക് നമ്മൾ പാർട്ട് അഭിനയിക്കാൻ വന്നതാണ്. ആത്മായി നങ്കി അർത്ഥ ശരീർ ബിഗർ രഹത്തി ഹെ. ആത്മാവ് അവിടെ ശരീരമില്ലാതെയാണ് വസിക്കുന്നത്. ശരീരമാകുന്ന വസ്ത്രമില്ല ആത്മാവിന്. വോ ഹേ ശാന്തിധാം അഥവാ നിർവികാരി തുല്യ. ബാബ പറയാണ്, ശാന്തിധാമമാണ് ആ ലോകം. ആ ശാന്തിധാമത്തെ എന്തു പറയാം? ആ ശാന്തിയുടെ ധാമം ഒരു നിർവികാരി ലോകമാണ്. ജഹ ആത്മായി രഹത്തി ഹെ, അവിടെയാണ് ആത്മാക്കൾ വസിക്കുന്നത്. ബച്ചോं को सीढ़ी पर भी समझाया है. ബാബ കുട്ടികൾക്ക് ഏണിപ്പടിയെ കുറിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. कैसे हम सीढ़ी नीचे उतरते आए हैं, എങ്ങനെയാണ് ജന്മങ്ങളുടെ പടിയിറങ്ങി നമ്മൾ താഴേക്ക് വന്നത് എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. 84 ജന്മ ലഗേ, 84 ജന്മങ്ങൾ എടുത്തു. 84 ജന്മ ഹേ മാക്സിമം. ബാബ പറയാണ്, ഈ 84 ജന്മം എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഫിർ കോയി ഏക് ജന്മം ബി ലേതാ ഹെ. അപ്പൊ മാക്സിമം എടുക്കുന്ന ജന്മം 84 പിന്നെ ഒരു ജന്മം ഈ സൃഷ്ടി നാടകത്തിൽ 5000 വർഷത്തിന്റെ ഈ നാടകത്തിൽ ഒരു ജന്മം എടുക്കുന്നവരുണ്ട്, അല്ലെ? പക്ഷെ മാക്സിമം ജന്മം 84 ജന്മം. तो ये 84 जन्म मैक्सिमम है. फिर कोई एक जन्म भी लेते हैं 1 से 84 तक. അപ്പൊ 1 മുതൽ 84 വരെയാണ് ഇവിടെ മാക്സിമം ജന്മങ്ങൾ, അല്ലെ? മിനിമം ജന്മം 1. ആത്മായെ ऊपर से आती ही रहती है. अभी बाप कहते हैं मैं आया हूँ पावन बनाने. ആത്മാക്കളെല്ലാം മുകളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയാണ്, ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളെ പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി. बच्चे चिट्ठी लिखते हैं तो अड्रेस लिखते हैं श्री बाबा केयर ഓഫ് ബ്രഹ്മ, അല്ലെ? കുട്ടികൾ ബാബയ്ക്ക് കത്ത് എഴുതാറുണ്ട്. പക്ഷെ അഡ്രസ് എന്താ എഴുതുന്നത്? ശ്രീ ബാബ കെയർ ഓഫ് ബ്രഹ്മ. ശ്രീ ബാബ ഹേ ആത്മാവും കാ ബാബ്. ശ്രീ ബാബ ആരാണ്? ആത്മാക്കളുടെ അച്ഛനാണ്. ബ്രഹ്മക്കോ കാ ജാതാ ഹേ ആദിദേവ് ആദം ദാദ. ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ആദിദേവൻ, ആദം, ദാദ. तो दादा में बाप आते हैं, कहते हैं तुमने मुझे बुलाया है. ഈ ദാദയിലാണ് ബാബ വരുന്നത്, അല്ലെ? എന്തുകൊണ്ടാ? കാരണം കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു, നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു. ഹേ പതിത പാവൻ ആവോ. എങ്ങനെയാ വിളിച്ചത്? ഹേ പതിത പാവന വരൂ. ആത്മാവോനെ ഈ ശരീർ ദ്വാര ബുലായ. ആത്മാക്കൾ ഈ ശരീരത്തിലൂടെയാണ് ബാബയെ വിളിച്ചത്. കഹത്തെ ഹേ തുമ്നെ മുझे ബുലായ ഹേ, അല്ലെ? പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചു. ഹേ പതിത പാവന വരൂ. ആത്മാവോനെ ഈ ശരീർ ദ്വാര ബുലായ. ആത്മാവ് ഈ ശരീരത്തിലൂടെയാണ് വിളിച്ചത്. മുഖ്യ ഹേതു ആത്മാ, മുഖ്യമായിട്ടുള്ളത് ആത്മാവാണ്. ഹി ദുഃഖത. ബാബ പറയാണ്, ഈ കലിയുഗം, ഈ ലോകം ദുഃഖധാമമാണ്. യഹാ ദേഖോ അചാനക് ബൈറ്റെ ബൈറ്റെ അക്കാല മൃത്യു ഹോ ജാതി. ബാബ പറയാണ്, ഇവിടെ നോക്കൂ, അങ്ങനെ ഇരിക്കലെ അപ്രതീക്ഷിതമായിട്ട് അകാല മൃത്യു സംഭവിക്കുന്നു. ചോട്ടെ ബച്ചെ ബി മറുപടുത്തി, കൊച്ചു കുട്ടികൾ പോലും മരിച്ചു പോകും. സത്യയുഗമേ അകാല മൃത്യു കവി ഹോത്തിനെ. പക്ഷെ സത്യയുഗത്തില് ഇങ്ങനെയല്ല, ഇതേപോലെ അകാല മൃത്യു ഒരിക്കലും സംഭവിക്കത്തില്ല. യഹാത്തോ ബൈറ്റെ ബൈറ്റെ മറിജാത്തെ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നിമിഷം എപ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നതെന്ന് അറിയില്ല, അല്ലെ? മനുഷ്യന്റെ മരണത്തെ കുറിച്ച് പ്രവചിക്കാൻ കഴിയില്ല, അല്ലെ? കാരണം ഇവിടെ അകാല മൃത്യു സംഭവിക്കുന്നു. യഹാ ऐसे कोई बीमारी आदि नहीं होती. ബാബ പറയുന്ന സത്യയുഗത്തിലുണ്ടല്ലോ, ഇവിടത്തെ പോലെയുള്ള മാരകമായ രോഗങ്ങളൊന്നും അവിടെയില്ല. നാം ഹി ഹേ സ്വർഗ. പേര് തന്നെ എന്താ? സത്യയുഗത്തിന്റെ സ്വർഗം എന്നാണ് പേര്. കിത്നാ അച്ഛാ നാം, എത്ര നല്ല പേരാണ്. നാം കഹനെ സെ ദിൽ ഖുശ് ഹോ ജാതാ. സത്യയുഗ്, ഹെവൻ, പാരഡൈസ്. പേര് കേൾക്കുമ്പോ ഹൃദയത്തില് അത്രയും സന്തോഷം ഉണ്ടാകും. സത്യുഗം, സ്വർഗം, ഹെവൻ, പാരഡൈസ്. तो क्रिश्चियन भी कहते हैं क्राइस्ट से 3000 वर्ष पहले पैराडൈസ് था. ബാബ പറയാണ്, ക്രിസ്ത്യാനികളും പറയും, ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഇവിടെ സ്വർഗം ഉണ്ടായിരുന്നു. तो यहाँ ഭാരതവാസിയോं को तो पता ही नहीं. പക്ഷെ ഇവിടെ ഭാരതവാസികൾക്ക് ഇതൊന്നും അറിയില്ല. क्योंकि उन्होंने बहुत सुख देखा है तो दुख भी बहुत देख रहे हैं, അല്ലെ? ഇന്ന് ഭാരതവാസികള് ഒരുപാട് സുഖം അനുഭവിച്ചുവെങ്കിലും അവര് ഒരുപാട് ദുഃഖവും കാണുന്നുണ്ട്.
തമോ പ്രധാൻ ബനേഹെ, കാരണം തമോ പ്രധാനമായി. 84 ജനം ബി ഉണ്ണുക്കിഹി, 84 ജന്മങ്ങൾ എടുക്കുന്നവര് ആരാണ്? ഭാരതവാസികളാണ്. ആദാ കൽപ്പബാദ് ഓർ ധർമ്മവാലെ ആത്തേഹി, അരകൽപ്പകാലം ഇവിടെ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആദി സനാതന ദേവി ദേവത ധർമ്മം. അതിനുശേഷമാണ് മറ്റു ധർമ്മങ്ങൾ ഇവിടെ വരുന്നത്. ഫിർ ത്രേതാമേ രാമരാജ്യ ഹുവാ തോ ബി ഇസ്ലാമി ബൗദ്ധി നഹി ഥേ, പിന്നെ ത്രേതായുഗത്തില് രാമരാജ്യം ഉണ്ടായിരുന്നില്ല അല്ലെ? ബാബ പറയാണ്, സോറി, പിന്നെ ത്രേതായുഗത്തില് രാമരാജ്യം വന്നു, അപ്പോഴും ഇസ്ലാമികളും ബൗദ്ധികളും ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് മറ്റു ധർമ്മങ്ങൾ ഇവിടെ വരുന്നത്. അപ്പൊ അരകൽപ്പകാലം ഇവിടെ ദേവീ ദേവതകളാണ് ഉണ്ടായിരുന്നത്, രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ അതെന്തായി? രാമരാജ്യമായിട്ട് മാറി. അപ്പോ ലക്ഷ്മി നാരായണന്റെ രാജ്യം, കൃഷ്ണന്റെ രാജ്യം എന്തായി? രാമരാജ്യമായിട്ട് മാറി. പക്ഷെ അപ്പോഴും രണ്ടാമത് ധർമ്മങ്ങൾ വന്നില്ല. ഇസ്ലാം ധർമ്മമോ ബുദ്ധധർമ്മമോ ഒന്നും വന്നില്ല. മനുഷ്യത്വ ഘോർ അന്ത്യാരണ്യ, മനുഷ്യരാണെങ്കിൽ ഘോരാന്ധകാരത്തിലാണ്. കൈദേത്തയെ ദുനിയാക്കി ആയുലാക്കും വർഷം അല്ലെ? ഘോരാന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യരെന്താ പറയുന്നത്? അവര് പറയുന്നത് ലോകത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ, ഒരു യുഗങ്ങളും ലക്ഷക്കണക്കിന് വർഷങ്ങൾ. ഇസ്ലിയെ മനുഷ്യ സമസ്തേ ഹേ സത്യവുതോ അഭി ചോട്ട ബച്ചാ ഹേ, മനുഷ്യര് വിചാരിക്കുന്ന എന്താണ് അല്ലെ? ഇനിയും 40,000 45,000 വർഷം കലിയുഗത്തിന് ബാക്കിയുണ്ട്, അതുകൊണ്ട് കലിയുഗം പോലും കൊച്ചു കുട്ടിയാണ് എന്നാണ് വിചാരിക്കുന്നത്. തും അഭി സമസ്തേ ഹോ കലിയുഗക്ക് ആയു പുരുക്കി, ഇപ്പോൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് കലിയുഗത്തിന്റെ ആയുസ് പൂർത്തിയായിരിക്കുന്നു. तो फिर सतयुग आएगा इसलिए तुम आए हो बाप से स्वर्ग का वर्षा लेने. ബാബ പറയാണ്, തീർച്ചയായിട്ടും ഇവിടെ വരും, സത്യുഗം ഇവിടെ വരും. അല്ലെ? നമ്മൾ വന്നിരിക്കുന്നത് ബാബയിൽ നിന്നും സ്വർഗത്തിന്റെ സ്വത്ത് നേടാൻ വേണ്ടിയാണ്. തും അബ് സ്വർഗവാസിതേ, ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ സ്വർഗവാസികളായിരുന്നു, നിങ്ങൾ എല്ലാവരും സ്വർഗവാസികളായിരുന്നു. ബാബ് ആത്തെ ഹി ഹേ സ്വർഗസ്ഥാപൻ കർണി, ബാബ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബാക്കി സബ് ശാന്തിധാം ഘർ ചലെ ജാത്തെ ഹി, ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് അല്ലെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. ഫിർ യഹ ആകർ പാർട്ടുധാരി ബൻതേ, പിന്നീട് ഇവിടെ വന്നിട്ട് നമ്മള് പാർട്ടുധാരികളായിട്ട് മാറുകയാണ്. ശരീർ വികർത്തോ ആത്മ ബോൾന സകി, ഈ ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കാൻ സാധിക്കില്ല. വഹാ ശരീർ ന ഹോനിക്ക് കാരൻ ആത്മശാന്തരത്തി, ബാബ പറയാണ് അല്ലെ, സത്യയുഗത്തില് അല്ലെ പരംധാമത്തില് നമ്മുടെ വീട്ടില് ശരീരമില്ലാത്ത കാരണം ആത്മാവ് വളരെ ശാന്തിയിലാണ് ഇരിക്കുന്നത്. ശരീരമുണ്ടെങ്കിലല്ലേ നമ്മൾ പാർട്ട് അഭിനയിക്കുള്ളൂ. പാർട്ട് അഭിനയിക്കുമ്പോഴാണല്ലോ ചുറ്റും പാർട്ടുധാരികൾ ഉള്ളത്. പാർട്ടുധാരികളാണല്ലോ പലപ്പോഴും നമ്മുടെ ശാന്തി നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ബാബ പറയാണ്, നമ്മുടെ ശാന്തിധാമമാകുന്ന വീട്ടില് എന്തില്ല? അല്ലേ? അവിടെ നമുക്ക് ശരീരവുമില്ല, പാർട്ടുമില്ല, അവിടെ ആത്മാവ് ശാന്തമായിരിക്കും. तो उनको मूलवदन ശാന്തിധാം കഹ ജാതാ ഹെ, ആ വീടിനെ മൂലവദനം ശാന്തിധാമം എന്ന് വിളിക്കുന്നു. तो ये बातें शास्त्रों में है नहीं, ഈ കാര്യങ്ങളൊന്നും ശാസ്ത്രങ്ങളിൽ ഇല്ല. ശാസ്ത്രത്തോ മനുഷ്യനെ ബനായേ, ശാസ്ത്രങ്ങൾ മനുഷ്യരാണ് നിർമ്മിച്ചത്. സത്യമേ ഏ ഹോത്തെ നഹി, സത്യയുഗത്തില് ഈ ശാസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭക്തി ഹി നഹി കർത്തെ ഇസ്ലിയെ ശാസ്ത്രം കി ദർക്കാർ ഭി നഹി രഹതി, ഭക്തിയെ ചെയ്യുന്നില്ല, ഭക്തിയുടെ സമയത്താണ് ശാസ്ത്രങ്ങൾ ഉള്ളത്, ഭക്തിയെ ചെയ്യുന്നില്ല, പിന്നെ ഇങ്ങനെ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്? ശാസ്ത്രത്വ മനുഷ്യനെ ബനായേ, ശാസ്ത്രങ്ങളെല്ലാം മനുഷ്യരാണ് നിർമ്മിച്ചത്. സത്യമേ യേ ഹോത്തെ നഹി, ഭക്തി ഹി നഹി കർത്തെ തോ കർത്തെ ഇസ്ലിയെ ശാസ്ത്രോം കി ഭി ദർക്കാർ ഹി നഹി രഹതി. ബാബ പറയാണ്, ദേവതായെ ഭക്തി കർത്തെ നഹി, അല്ലെ? ദേവി ദേവതകള് ഭക്തി ചെയ്യുന്നില്ല. സത്യയുഗത്തില് ഈ ശാസ്ത്രങ്ങളുടെ ആവശ്യമില്ല, കാരണം അവിടെ ഭക്തിയില്ല, ദേവതകള് ഭക്തി ചെയ്യുന്നില്ല. ബാദമേ ദേവതാവും കി ഭക്തി മനുഷ്യ കർത്തെ, ദേവതകള് ഭക്തി ചെയ്യുന്നില്ല, പക്ഷെ ദേവതകളെ മനുഷ്യര് ദ്വാപരയുഗം മുതൽ ഭക്തി ചെയ്യുന്നു. ഏകേ ദേവതാവും കി വോഹേ ദേവതാവും കി ദുനിയ, ഏകേ മനുഷ്യം കി ദുനിയ, ഇത് മനുഷ്യരുടെ ലോകമാണ്, അത് ദേവതകളുടെ ലോകമാണ്. ദേവതാവും ക രാജ്യത അഭി നഹി,
ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. കൊയ്ക്കോ പത്താ നെഹിക്ക് കഹങ്കൈ ഇൻ ലക്ഷ്മി നാരായൺ കി ഡിനായസ്റ്റി. അല്ലെ, ആർക്കും അറിയില്ല ഈ ദേവതകൾ എവിടെ പോയി. ഈ ലക്ഷ്മി നാരായണന്റെ രാജവംശം ഉണ്ടായിരുന്നു. ഈ നോളേജ് അഭി തുംകോ മിൽത്തി. ഈ നോളേജ് ഇപ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഓർ കൊയ്യ് മനുഷ്യൻ ഈ നോളേജ് ഹോത്തി നഹി. വേറെ ഒരു മനുഷ്യരുടെ പക്കലും ഈ ജ്ഞാനമേ ഇല്ല. അല്ലെ, ബാബ പറയണ ഈ ജ്ഞാനം ഒരു മനുഷ്യരുടെ പക്കലും ഇല്ല. അല്ലെ, പരമാത്മാവാണ് നമുക്ക് നൽകുന്നത്. तो ये नॉलेज बाप ही आकर मनुष्यों को ये नॉलेज देते हैं. ബാബ വന്നിട്ടാണ് എല്ലാ മനുഷ്യർക്കും ഈ ജ്ഞാനം നൽകുന്നത്. ജിസേ മനുഷ്യസേ ദേവത ബെഞ്ചാത്തെ. ബാബ വന്നിട്ട് നമുക്കെല്ലാം ഈ ജ്ഞാനം നൽകുകയാണ്. ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ ആരായിത്തീരും? മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറും. तो देवताओं का तो यहाँ तुम यहाँ आते ही को मनुष्य से देवता बने. നമ്മൾ കുട്ടികൾ എന്നും ഇവിടെ പഠിക്കാൻ വരുന്നത് എന്തിനാണ്? മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ വേണ്ടിയിട്ട്. तो देवताए कभी അശുദ്ധ ഖാൻപാൻ ബീഡി ആദി പീത്തെ നഹി. ദേവീ ദേവതകൾ അശുദ്ധമായ ആഹാരപാനീയങ്ങളോ ബീഡി സിഗരറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓഹേ ദേവതായ, ദേവതകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. तो यहाँ है सब മനുഷ്യ. ഇവിടെ എല്ലാവരും മനുഷ്യരാണ്. വോ പാവൻ യെ പതീത്. മനുഷ്യരെല്ലാം പതീതരാണ്, ദേവതകൾ പാവനമാണ്. तो बाप बैठ आत्मा से बात करते हैं. ബാബ വന്നിട്ട് ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ആത്മാ ഹി സുൻതി ഹെ ഇൻ ഓർഗൻസ് ദ്വാര. ആത്മാവാണ് ഈ ഓർഗൻസിലൂടെ കേൾക്കുന്നത്. ശാസ്ത്രമേ യേ ബാത്തേ നഹി. ശാസ്ത്രങ്ങളില് ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല. സത്യയുഗമേ രാവൺ പോത്താ ഹി നഹി. ദുഃഖ നാം നഹി. സത്യയുഗത്തില് രാവണനേ ഇല്ല. ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഒന്നു തന്നെ ഇല്ല. फिर धीरे धीरे दुख शुरू होता है, फिर तुम्हारे पास अदर्दन रहता है. ബാബ പറയാണ്, കുട്ടികളെ പതുക്കെ പതുക്കെയാണ് ഇവിടെ ദുഃഖം ആരംഭിക്കുന്നത്. ഭക്തി മാർഗമേ തും മന്ദിർ ബനാത്തെ. പക്ഷെ നിങ്ങളുടെ പക്കൽ അളവറ്റ ധനമുണ്ടായിരുന്നു. ദുഃഖം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ പതുക്കെ പതുക്കെ ദുഃഖം ആരംഭിച്ച്, പക്ഷെ നിങ്ങളുടെ പക്കൽ എന്തുണ്ടായിരുന്നു? അളവറ്റ ധനമുണ്ടായിരുന്നു. ഭക്തി മാർഗമേ തും മന്ദിർ ബനാത്തെ. ഭക്തി മാർഗത്തിൽ നിങ്ങൾ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പേലെ പേലെ ഹോത്താ ഹി സോമനാഥ് കാ മന്ദിർ. ഏറ്റവും ആദ്യം നിർമ്മിച്ചത് ഏതാണ്? ഏത് ക്ഷേത്രമാണ്? സോമനാഥ ക്ഷേത്രം. ബഡേ ബഡേ ഹീരെ ജവാഹരത്തെ തുമാരെ പാസ്. വലിയ വലിയ അല്ലെ രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പക്കൽ. ഉനിക്ക് പോയി കീമത്ത് കർണകി സക്തി. നിങ്ങളുടെ പക്കൽ എന്തുമാത്രം രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഉണ്ടായിരുന്നു. വിലമതിക്കാൻ കഴിയാത്തതാണ്. അതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയില്ല. മുഖ്യഹേ സോമനാഥ് കാ മന്ദിർ. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് സോമനാഥ് ക്ഷേത്രമാണ്. പരന്തു രാജായെ തോ സബ് അപ്ന അപ്ന മന്ദിർ ബനാത്തെ ഹോങ്കെ. അല്ലെ, രാജാക്കന്മാരെല്ലാം അവരവരുടെ ക്ഷേത്രങ്ങളാണ് നിർമ്മിക്കുന്നത്. ക്യോങ്കി ഉनको പൂജ കർണി ഹോത്തി ഹെ. അല്ലെ, കാരണം ഈ അല്ലെ ഇപ്പൊ ഓരോ രാജാക്കന്മാരും അവരവരുടെ ക്ഷേത്രങ്ങളായിരിക്കും നിർമ്മിക്കുന്നത്. കാരണം അവരുടെ പൂജ നടക്കണം. പൂജ പേലെ പേലെ ഹോത്തി ഹെ ശിവയ്ക്ക്. ആദ്യം പൂജ നടക്കുന്നത് ശിവബാബയുടെയാണ്. സോമനാഥ് ബി ശിവക്കോ കഹ ജാത്താ ഹെ. സോമനാഥൻ ആരാണ്? അല്ലെ, ശിവനാണ്. സോമനാഥ് അർത്ഥാത് സോമരസ് പിലാനെ വാല. ആരാണ് സോമനാഥൻ? സോമനാഥൻ എന്ന് പറഞ്ഞാൽ ലൈല സിസ്റ്റർ, സോമരസം കുടിപ്പിക്കുന്നവൻ. സോമരസം കുടിപ്പിക്കുന്നവനാണ് സോമനാഥൻ. ജ്ഞാനാമൃതനാണ്. സോമരസം എന്താണ്? ജ്ഞാനാമൃതാണ്. तो बाप बैठ समझाते हैं तुमको ही बाप को ही ट्रूथ कहा जाता है. ബാബയാണ് വന്നിട്ട് നമുക്ക് ഈ സത്യമായ ജ്ഞാനം മനസ്സിലാക്കി തരുന്നത്. ബാബയാണ് സത്യം, ട്രൂത്ത് എന്ന് വിളിക്കുന്നത്. ബാബ് कहते हैं मैं ही आकर भारत को सचखंड बनाता हूँ. ബാബ പറയാണ്, ഞാൻ വന്നിട്ട് ഭാരതത്തെ സത്യഖണ്ഡമാക്കി മാറ്റുന്നു. तो तुम अभी देवताए कैसे बन सकते हो. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ദേവതയായി മാറുന്നത്? ബോബി തുംകോ സിഖലാത്ത. അതും ബാബ നമ്മളെ പഠിപ്പിക്കാണ്. ശിവബാബ ബ്രഹ്മദ്വാര കാര്യകരാത്തെ. ശിവബാബ ബ്രഹ്മാവിലൂടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. ബ്രഹ്മ ഹോഗയ സാവര
ക്യോങ്കി ബഹുത് ജന്മോ കെ അന്ത് കാ യേ ജനം ഹെ. ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നത് എന്താണ് അല്ലെ? ബ്രഹ്മാവ് കറുപ്പാണ് എന്നുവെച്ചാൽ ബ്രഹ്മാവിന്റെ ആത്മാവ് കറുത്തുപോയി. വളരെ ജന്മങ്ങളുടെ അന്ത്യത്തിലെ വളരെ ജന്മങ്ങളുടെ അന്ത്യത്തിലെ ജന്മമാണ് ശരിക്കും ബ്രഹ്മബാബയുടെ. ഏ ഫിർ ഗോര ബനേഗ, പിന്നീട് ആത്മാവ് പ്രകാശപൂർണമാകും. तो कृष्ण का चित्र ഗോര और സാവര ഹെ, കൃഷ്ണന്റെ ചിത്രം അങ്ങനെ കാണിച്ചിട്ടുണ്ട് അല്ലെ? കൃഷ്ണനെ വെളുപ്പായിട്ടും കറുപ്പായിട്ടും എല്ലാം കാണിച്ചിരിക്കും. മ്യൂസിയം में बड़े अच्छे अच्छे चित्र है जिस पर तुम अच्छी रीति समझ सकते हो. മ്യൂസിയത്തിൽ വളരെ നല്ല നല്ല ചിത്രങ്ങളുണ്ട് അല്ലെ? നല്ല പോലെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. തും ജാനത്തെ ഹോ ഹം ശാന്തിധാം അപ്നെ ഘർ ജാത്തെ ഹെ. ഇവിടെ കുട്ടികൾക്ക് അറിയാം നമ്മൾ ശാന്തിധാമമാകുന്ന നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. വഹാ ഹം രഹനെ വാലെ ഹെ, ശാന്തിധാമത്തിൽ നിവസിക്കുന്നവരാണ് നമ്മൾ കുട്ടികൾ. ഫിർ യഹാ ആകർ പാർട്ട് ബജാത്തെ ഹെ, പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ പാർട്ട് അഭിനയിക്കുകയാണ്. बच्चों को पहले पहले तो ये निश्चय होना चाहिए कि कोई साधु संत आदि नहीं पढ़ाते. കുട്ടികൾക്ക് ആദ്യം ഈ നിശ്ചയബുദ്ധി ഉണ്ടായിരിക്കും അല്ലെ? നമ്മളെ സാധു സന്യാസിമാരൊന്നുമല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. तो ये तो सिंध का रहने वाला था, परंतु इनमें जो प्रवेश कर बोलते हैं वो है ज्ञान का सागर അല്ലെ? ഈ ബ്രഹ്മ ബാബ, ഈ ദാദാ ലേഖ്രാജ് സിന്ധില് നിവസിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തില് പരമാത്മാവ് പ്രവേശിച്ചിട്ടാണ് നമുക്ക് ഈ ജ്ഞാനം നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ? ജ്ഞാനസാഗരനായ പരമാത്മാവ് ബ്രഹ്മാവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഉൻകോ കോയി നഹി ജാനത്തെ അല്ലെ? പരമാത്മാവിനെ ആരെങ്കിലും കാണുന്നുണ്ടോ? ആർക്കും അറിഞ്ഞില്ല. कहते भी हैं ओ गॉड फादर, വിളിക്കുന്ന എന്താണ്? ओ गॉड फादर, परंतु उनका नाम रूप देश काल क्या है ये कोई नहीं जानते. പക്ഷെ ഭഗവാന്റെ പരമാത്മാവിന്റെ നാമം, രൂപം, ദേശം, കാലം, കർത്തവ്യം അല്ലെ, ഇതൊന്നും ആർക്കും അറിയില്ല. കൈ ദേത്തെ ഹേ സർവ്യാപി, പറയുന്നത് എന്താണ്? ഭഗവാൻ സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നുണ്ട്. അരെ പരമാത്മാ കഹാ ഹെ, പരമാത്മാവ് എവിടെയാണ്? കഹെങ്കെ ഏതോ ഗഡ്ഗഡ്കെ വാസി, എന്താ പറയാ? പരമാത്മാവ് എവിടെയാണെന്ന് ചോദിച്ചാ കണകണങ്ങളിലുണ്ടെന്ന് പറയും. സബ്കെ അന്തർ ഹെ, എന്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്ന് പറയും. तो अब हरेक का घट घट में हरेक के आत्मा बैठी है. ബാബ പറയാണ് ഓരോ വ്യക്തികളുടെയും കണകണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? അവരുടെ ആത്മാവ് അല്ലെ? പറയണ ഓരോരുത്തരുടെ ആത്മാവാണ് അവരവരുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. പരമാത്മാ ബാപ്കോ तो बुलाते हैं बाबा आकर हम पतितों को पावन बनाओ. പരമാത്മാവാകുന്ന അച്ഛനെ വിളിക്കുകയാണ്, ബാബ വന്ന് ഞങ്ങളെ പതിതരിൽ നിന്നും പാവനമാക്കി മാറ്റും. तो तुम मुझे बुलाते हो ये धंधा ये सेवा कराने के लिए. നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട് അല്ലെ? എന്താണ്? പതിതരെ പാവനമാക്കി മാറ്റുക എന്നുള്ള ജോലി ചെയ്യാൻ അല്ലെ? അങ്ങനെയുള്ള സേവ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് അല്ലെ? ബാബയെ കൊണ്ട് ഈ സേവ ചെയ്യിപ്പിക്കാൻ, എന്താണ്? പതിതരെ പാവനമാക്കി മാറ്റുന്ന സേവ. ഹം ചീച്ചിക്കോ ആക്കർ ശുദ്ധ ബനാവോ. അവിടെ എന്താ പറയുന്നത്? ചീത്തയായി പോയി ഞങ്ങളെ ശുദ്ധമാക്കി മാറ്റൂ. പതിത ദുനിയാക്കോ ഹംകോ നിമന്ത്രണം തേത്തെ. പതിതമായ ലോകത്തിലേക്കല്ല നിങ്ങൾ എന്നെ ക്ഷണിച്ചത്. എനിക്ക് ഇൻവിറ്റേഷൻ തന്നത് എവിടേക്കാണ്? പതിതമായ നരകത്തിലേക്കാണ്. ബാബ്തോ പാവൻ ദുനിയ ദേഹിനിക്ക്, ബാബയാണെങ്കിൽ പാവനമായ ലോകം കാണുന്ന പോലും ഇല്ല. പാവൻ ദുനിയാ മേ ഹി തുമാരി സേവാ കർ, പതിത് ദുനിയാ മേ ഹി തുമാരി സേവാ കർനെ ആയി. പതിതമായ ലോകത്തിലേക്കാണ് കുട്ടികളുടെ സേവ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അബ് ഈ രാവൺ രാജ്യ വിനാശ ഹോ ജായേഗ, ഇപ്പോൾ ഈ രാവണ രാജ്യം വിനാശമാകും. ബാക്കി തും ജോ രാജ്യോഗ് സീഖ്തേ ഹോ വഹാൻ ജാക്കർ രാജാവും കാ രാജാ ബനത്തെ ഹോ. ഇവിടെ നിങ്ങൾ ഈ രാജയോഗം പഠിക്കുകയാണ് അല്ലെ? സത്യത്തില് പോയിട്ട് നിങ്ങൾ രാജാക്കന്മാരുടെ രാജാവായിട്ട് മാറും. തുമ്പോ അൻകിനിത് ബർബനായ, ബാബ പറയാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പ്രാവശ്യം ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെ രാജാവാക്കി മാറ്റിയിട്ടുണ്ട്. പെലെ പെലെ ബ്രാഹ്മൺ പ്രജാപിത ബ്രഹ്മ ഭി ഗായ ജാത ഹൈ.
ആദ്യം ബ്രാഹ്മണകുലം. പ്രജാപിത ബ്രഹ്മാവിന്റെ മഹിമ പാടുന്നുണ്ട്. तो जिसको आदम आदि देव कहा जाता है. പ്രജാപിത ബ്രഹ്മാവിനെയാണ് ആദം എന്ന് വിളിക്കുന്നത്, ആദി ദേവൻ എന്ന് വിളിക്കുന്നത്. तो ये कोई को पता नहीं. പക്ഷെ ഇതാർക്കും അറിയാം. बहुत है जो आकर सुनकर फिर माया के वश हो जाते हैं. നിറയെ പേരുണ്ട് ഇതെല്ലാം കേട്ടിട്ടും ഈ ജ്ഞാനമുരളി കേട്ടിട്ടും മായയ്ക്ക് അടിമപ്പെട്ടു പോവാണ്. പുണ്യാത്മാ ബന്ധത്തെ ബന്ധത്തെ പാപാത്മാ ബഞ്ചാത്തെ. പുണ്യാത്മാവായി പിന്നെ പാപാത്മാവായി മാറുന്നു. മായ ബഡി ജബർദസ്ത് ഹെ. ബാബ പറയാണ് മായ ഭയങ്കര പവർഫുൾ ആണ്. സബ്കാ പാപാത്മാ ബനാ ദേത്തി ഹെ. എല്ലാവരെയും മായയ്ക്ക് എന്താ ഇത്ര ശക്തി? മായ എല്ലാവരെയും പാപാത്മാവാക്കി മാറ്റും. യഹാ കോയി ബി പവിത്ര പുണ്യാത്മാ ഹെ നഹി. അല്ലെ, ഈ ലോകത്തിലേക്ക് നോക്കി ഇവിടെ പവിത്രമായ പുണ്യാത്മാക്കൾ ആരുമില്ല. പവിത്ര ആത്മായെ ദേവി ദേവതായി. പവിത്രമായ ആത്മാക്കൾ ദേവി ദേവതകളായിരുന്നു. ജബ് സബി പതിത് ബഞ്ചാത്തെ തബ് ബാപ്പു ബുലാത്തെ. എപ്പോഴാണോ നമ്മൾ പതീതരായി മാറുന്നത് അപ്പോഴാണ് ബാബയെ വിളിക്കുന്നത്. അഭിഹേഹി രാവൺ രാജ്യം പതി ദുനിയ. ഈ സമയത്ത് രാവണ രാജ്യമാണ്, പതീതമായ ലോകമാണ്. ഇൻകോ കാ ജാത്താ ഹെ കാണ്ടോം കാ ജി. ഈ ലോകത്തെയാണ് വിളിക്കുന്നത് മുള്ളുകളുടെ കാട്. സത്യുഗ ഗാർഡൻ ഓഫ് അള്ള, ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്. സത്യുഗം എന്ന് പറയുന്നത് പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. മുഗൾ ഗാർഡൻ മേക്കിത്തിരി ഫസ്റ്റ് ക്ലാസ് അച്ചേച്ചി ഫുൾ ഹോത്തെ. ബാബ പറയുന്ന മുഗൾ ഗാർഡനില് എത്ര നല്ല നല്ല പുഷ്പങ്ങളാണുള്ളത്. അക്കൊക്കെ ബി ഫുൽ മില്ലെങ്കിൽ അവിടെ ഏത് പുഷ്പം നമുക്ക് കാണാൻ പറ്റും? അല്ലെ, എരിക്കൻ പൂക്കളം നമുക്ക് കാണാൻ പറ്റും. പരന്തു ഉൻക അന്തർ കൊയ്യനകി സംസ്ഥ. പക്ഷേ എല്ലാ പുഷ്പങ്ങളിലും എരിക്കൻ പൂക്കളുടെയും ഇതിന്റെ ഒന്നും അന്തരം എന്താണ്, വ്യത്യാസം എന്താണ് ആർക്കും അറിയില്ല. ഇതൊരു ഗുണവും മണോ ഇല്ലാത്ത പുഷ്പാണെന്നൊന്നും ആർക്കും അറിയില്ല. ശിവയ്ക്ക് ഊപ്പർ അക്കപ്പോൾ ക്യോं ചടാത്തെ. എന്തിനാണ് ശിവനിലേക്ക് ആ എരിക്കൻ പൂക്കൾ അർപ്പിക്കുന്നത്? ബാക്കിയെല്ലാം നല്ല പൂക്കളല്ലേ അർപ്പിക്കൂ. എരിക്കൻ പൂക്കൾ എന്തിനാണ് അർപ്പിക്കുന്നത്, അർച്ചന ചെയ്യുന്നത്? പരന്തു ഉസ്കാ അന്തർ കോയി സമസ്ത നഹി. ഏ ബി ബാപ് സംജാത്തെ. ബാബ വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരും. मैं जब पढ़ाता हूँ तो उनमें कोई फर्स्ट क्लास फूल, कोई मोतियों का, कोई रत्न ज्योति का, कोई अक्क का भी है. ബാബ പറയാണ് ചില പൂക്കള് ഫസ്റ്റ് ക്ലാസ് പൂക്കളാണ്. അപ്പോ വ്യത്യസ്തമായില്ലേ, ചിലത് പനിനീർ പുഷ്പങ്ങളാണ്, ചിലത് താമര പുഷ്പങ്ങളാണ് അല്ലെ. പിന്നെ ബാബന് രത്നജ്യോതി, മോത്തി എന്നൊക്കെ പറഞ്ഞത് അവിടെ പറയുന്ന പേരുകളാണ് അല്ലെ. പിന്നെ ഇരിക്കും പൂക്കളുണ്ട്, എല്ലാം നമ്പർ വാറാണ്. ഇനിപ്പോ കാ ജാത്ത ഹേ ദുഃഖത അല്ലെ. ബാബ പറയുന്ന എല്ലാം നമ്പർ വാറാണ്, പൂക്കള് പോലും നമ്പർ വാറാണ്. ബാബ പറയുന്ന ഈ ലോകം ദുഃഖധാമമാണ്, മൃത്യു ലോകമാണ്. സത്യുഗ് അമർലോകം, സത്യുഗം അമരലോകമാണ്, സുഖധാമമാണ്. നയി ദുനിയ ബനാനെ വാലെ ഹേ ഹി ബാബ. പുതിയ ലോകത്തെ നിർമ്മിക്കുന്നത് ആരാണ്? ബാബയാണ്. ഉൻകോ ഹി നോളജ്ഫുൾ കഹാ ജാത്ത ഹൈ അല്ലെ. പരമാത്മാവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോളജ്ഫുൾ. ഓ ചൈതന്യ ബീജരൂപ ഹേ. പരമാത്മാവ് ആരാണ്? ചൈതന്യ ബീജരൂപമാണ്. ഉൻകോ ജ്ഞാനക സാഗർ കഹാ ജാത്ത ഹൈ. പരമാത്മാവിനെയാണ് ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നത്. तो ऐसे नहीं कि सबके अंदर को जानते. ബാബ പറയാണ് ബാബ പ്രപഞ്ച വൃക്ഷത്തിന്റെ ചൈതന്യ ബീജരൂപമാണ്. അങ്ങനെയല്ല, ബാബ എല്ലാം അറിയുന്നവനാണ്, ജ്ഞാനസാഗരനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാവരുടെ മനസ്സിലിരിപ്പ് എന്താന്ന് അറിയുന്നവനാണ്. അങ്ങനെയല്ല. അന്തർയാമി, ഓരോരുത്തരുടെ ഉള്ളിലും പരമാത്മാവുണ്ട്, നമ്മൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും പരമാത്മാവുണ്ട്. അങ്ങനെയില്ല, അങ്ങനെ അന്തർയാമി ഒന്നുമല്ല. മനുഷ്യ ജൂട്ട് പോയിട്ടേ ബാബ അന്തർയാമിയാണെന്നൊക്കെ പറയുന്നത് മനുഷ്യര് നുണ പറയാ. ബാബ പറയാ മനുഷ്യര് നുണ പറയാണ്. എല്ലാവരുടെയും അല്ലെ, എല്ലാവരുടെ ഉള്ളിൽ എന്താ ഇരിക്കണെന്ന് ബാബയ്ക്ക് അറിയാം. ബാബ അന്തർയാമിയാണ്, ഇതൊക്കെ നുണയാണ്. ബാക്കി ജ്ഞാനത്തെ സാഗർ ടേക്ക്. ബാബ പറയാണ് എല്ലാം അറിയുന്നവനെന്നോ അന്തർയാമിന്നോ ഒന്നും വിളിക്കണ്ട, ജ്ഞാനസാഗരൻ എന്ന് വിളിച്ചാൽ ശരി, കറക്റ്റ് ആണ്. ബാക്കി സർവ്യാപിയെന്നോ
അന്തർയാമി എന്ന് ഒന്നും വിളിച്ചാൽ അതൊക്കെ തെറ്റാണ്, സത്യമല്ല. ചൈതന്യ ബീജരൂപ സൃഷ്ടിക്ക് ആദ്യ മധ്യ അന്തോ ജാനത്തെ. ചൈതന്യ ബീജരൂപമാണ് ബാബ. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ കുറിച്ച് അറിയാം. ഇസ്ലിയെ ജ്ഞാനക സാഗർ കഹാ ജാതാ ഹൈ. അതുകൊണ്ടാണ് ബാബയെ ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നത്. സൃഷ്ടിക്ക് ആദി മധ്യ അന്ത്യ ജ്ഞാൻ തും ബച്ചോं ദേ രഹേ. ബാബ വന്നിട്ട് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കുട്ടികൾക്ക് നൽകുകയാണ്. സത്യുഗ് ത്രേത ദ്വാപർ കലിയുഗ് ഈ ചക്ര കൃത്താഹി രഹത. ബാബ പറയുന്ന സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യുഗ ത്രേത ദ്വാപർ കലിയുഗ് ഈ ചക്ര കൃത്താഹി രഹത ഹെ. സംഗം യുഗ പർ ദുനിയ ചേഞ്ച് ഹോതി. ബാബ പറയുന്ന സംഗമ യുഗത്തിലാണ് യുഗങ്ങളുടെ മാറ്റം ഉണ്ടാകുന്നത്, ലോകം മാറുന്നത് സംഗമ യുഗത്തിലാണ്. സത്യുഗ ത്രേത ദ്വാപർ കലിയുഗ് ചക്ര കൃത്താഹി രഹത ഹെ. സംഗം യുഗ പർ ദുനിയ ചേഞ്ച് ഹോതി. അഭി തും സംഗം യുഗ പർ ഖഡേ ഹോ. ബാബ പറയാണ് ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സംഗമ യുഗത്തിൽ നിൽക്കുകയാണ്. തും രാജയോഗി. നമ്മൾ കുട്ടികൾ ആരാണ്? രാജയോഗികളാണ്. ബാപ്പായിട്ട് പടാത്തേ ബാപ്പെ ജോ ബच्चे बनते हैं वो രാജ് सीखते हैं. ബാബയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ബാബയുടെ കുട്ടികളാകുന്നവരാണ് രാജയോഗം പഠിക്കുന്നത്. ബാബയല്ലേ വന്ന് പഠിപ്പിക്കുന്നത്. ബാബയുടെ കുട്ടികളാകുന്നവരാണ് രാജയോഗം പഠിക്കുന്നത്. तो पहले मुख्य बात ये समझने की है बाबा बाबा भी. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാബ ബാബയാണ്, അച്ഛനാണ്. സുപ്രീം ടീച്ചർ ബി ഹേ, സുപ്രീം ഫാദർ ബി. സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം ഫാദറുമാണ്. തബി തുംകോ ശിവ ബാബ പഠാത്ത. നമ്മളെല്ലാവരെയും ആരാണ് പഠിപ്പിക്കുന്നത്? ശിവ ബാബ പഠിപ്പിക്കുകയാണ്. ഏ തുമാര സദ്ഗുരു ബി. അച്ഛനാണ്, സുപ്രീം ഫാദറാണ്, അല്ലെ, പരമമായ അധ്യാപകനാണ്, പരമമായ അച്ഛനാണ്. ഇനി ആരും കൂടിയാണ്? പരമമായ സദ്ഗുരു കൂടിയാണ്. तो तुम सबको वापस ले जाएंगे. അപ്പൊ നമ്മുടെ സദ്ഗുരുവും ബാബയാണ്. നമ്മൾ എല്ലാവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ജിസ്കോ ശിവയ്ക്ക് ബാരാത് കഹാ ജാതാ ഹൈ. നമ്മുടെ എല്ലാവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകല്ലേ. അപ്പൊ കുട്ടികളെല്ലാം ബാബയുടെ കൂടെ പോകുമ്പോ ശിവന്റെ ഘോഷയാത്രയാണ് എന്ന് വിളിക്കും. സബ് ഭക്തോं को ഭഗവാൻ പഠാക്കർ സ്വർഗവാസി ബനാത്തെ. എല്ലാ ഭക്തരെയും ഭഗവാൻ പഠിപ്പിച്ചിട്ട് സ്വർഗവാസികളാക്കി മാറ്റും. ये बातें कोई शास्त्र കാര്യങ്ങളൊന്നും ശാസ്ത്രങ്ങളിലില്ല. ശാസ്ത്രത്തെ ദാദാനെ बहुत पढ़े हैं. ശാസ്ത്രം ഈ ദാദ കുറെ പഠിച്ചിട്ടുണ്ട്. ബാബ് നെഹി പഠിത്തേ. ശിവബാബ പഠിച്ചിട്ടില്ല. ബാബ് തോ ഖുദ് സദ്ഗതി ദാദാ ഹെ. ബാബ സ്വയം ആരാണ്? സദ്ഗതി ദാതാവാണ്. ഉൻകോ കോയി ശാസ്ത്ര പഠനയ്ക്ക് ദർക്കാർ. സ്വയം സദ്ഗതി ദാതാവായിരിക്കുന്ന ജ്ഞാനസാഗരനായ ബാബയ്ക്ക് ശാസ്ത്രങ്ങൾ ഒന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കർക്കെ സിർഫ് റെഫർ കർത്തെ ഹെ സോബി സിർഫ് ഗീത കോ. സർവശാസ്ത്രമയി ശിരോമണി ഗീത ഭഗവാനെ ഗായി ഹെ. സർവശാസ്ത്രമയി ശിരോമണി ഗീത ഭഗവാനാണ് അല്ലെ പാടിയിട്ടുള്ളത്. ഗീത പരന്തു ഭഗവാൻ കിസ്കോ കാ ജാതാ ഹെ ഭാരതവാസി നഹി ജാനത്തെ. പരമാത്മാവ് ആരാണ്, ഭഗവാൻ ആരാണ് എന്നുള്ളത് ഭാരതവാസികൾക്ക് അറിഞ്ഞേ കൂടാ. ബാബ്കോ സർവ്യാപി ദേത്തെ ഹെ ജൈസെ ഡിഫേം കർത്തെ. ബാബയെ സർവ്യാപി എന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബയെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബാബ്ക്ക് ഇൻസൾട്ട് കർത്തെ ഹെ. ബാബയെ അപമാനിക്കുകയാണ്, അപഹസിക്കുകയാണ്. ഇസ്ലിയെ പതീത ബൻ ജാത്തെ ഹെ. അങ്ങനെ ഭഗവാനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് പതീതരായിട്ട് മാറിയത്. ഫിർ പാവൻ കോൻ ബനായി. പതീതരായി തീർന്ന പിന്നെ നമ്മളെ പാവനമായിട്ട് ആര് മാറ്റും? രാവണൻ പതീതരാക്കി അല്ലെ. നമ്മളെ പാവനമാക്കി മാറ്റുന്ന ആരാണ്? ജിസ്കോ ഇതിനെ ഡിഫെയിം കിയാ ഹെ വഹി ആകർ പാവൻ ബനാത്തെ. ആരെയാണോ നമ്മൾ കുട്ടികളെ ഏറ്റവും അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് ആ ആള് തന്നെയാണ് നമ്മളെ വന്ന് പാവനമാക്കി മാറ്റുന്നത്. कहते हैं मैं निष्काम सेवा करता हूँ, तुमको विश्व का मालिक बनाता हूँ. ബാബ പറയാണ് കുട്ടികളെ ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു.
ഞാൻ നിങ്ങളുടെ നിഷ്കാമമായി സേവ ചെയ്യും. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളുടെ സേവ ചെയ്യുന്നത്, നിഷ്കാമമായി ഞാൻ നിങ്ങളുടെ സേവ ചെയ്യുന്നു. മേനഹി ബന്ധാകും, ഞാൻ അങ്ങനെ ആകുന്നില്ല. അല്ലെ, ബാബ വിശ്വത്തിന്റെ അധികാരി ആകുന്നുണ്ടോ? ഇല്ല, കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റും. സ്വർഗമേ വിജയാകും. ബാബ പറയാണ്, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു, സ്വർഗവാസിയാക്കി മാറ്റുന്നു. സ്വർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കാറ് പോലും ഇല്ല. പരാതി പറഞ്ഞു. ദുഃഖമേ സിമിരൻ സബ്കെ സുഖമേ കരയണ പോയി. കബീർദാസ് എന്താ പറഞ്ഞേ? ദുഃഖത്തിൽ എല്ലാവരും ഭഗവാനെ ഓർമ്മിക്കും, സുഖത്തിൽ ആരും ഭഗവാനെ ഓർമ്മിക്കും. എനിക്കോ ദുഃഖ ഓർ സുഖ കേൾക്കാൻ ജാത്താ ഹി. അല്ലെ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദുഃഖ സുഖങ്ങളുടെ കളി എന്ന് വിളിക്കാം. സ്വർഗമേത്ത് പോയി ധർമ്മഭക്തൻ, സ്വർഗത്തില് രണ്ടാമത് വേറെ ഒരു ധർമ്മങ്ങളും ഇല്ല. അവരുടെ ഈ കാര്യങ്ങളെല്ലാം പിന്നീടാണ്. സുഖ കേൾക്കാ ജാത്താ ഹി, സ്വർഗ ഓർ നയി ധർമ്മ ഹോത്താ ഹി नहीं. ബാബ പറയാണ്, ദുഃഖസുഖത്തിന്റെ കളിയാണിതെന്ന് നമുക്ക് വിളിക്കാം. സ്വർഗത്തിലെ രണ്ടാമതൊരു ധർമ്മമേ ഇല്ല. അല്ലെ, അതുകൊണ്ടാണ് അവിടെ അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. മറ്റെല്ലാ ധർമ്മങ്ങളും ദ്വാപരയുഗം മുതലാണ്, പിന്നീടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ ലോക വർഷം വലിയ സ്വർഗത. അല്ലെ, ക്രിസ്ത്യാനികള് പറയുമായിരുന്നു 3000 വർഷം മുമ്പ്, അല്ലെ, ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് സ്വർഗം ഉണ്ടായിരുന്നു. ഓർക്കോയി ധർമ്മനഹിത, ആ സമയത്ത് രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല, രണ്ടാമതൊരു മതം ഉണ്ടായിരുന്നില്ല. ആത്മായി ശാന്തിധാമി. അല്ലെ, നമ്മൾ ആത്മാക്കളൊക്കെ അപ്പൊ എവിടെയായിരുന്നു? ശാന്തിധാമത്തിലായിരുന്നു. ये बातें कोई शास्त्र में नहीं है, बाप इस ज्ञान से सत्य करते. ഈ കാര്യങ്ങളൊന്നും ശാസ്ത്രങ്ങളിലില്ല. ബാബ വന്നിട്ട് ഈ ജ്ഞാനം നൽകിയാണ് കുട്ടികളുടെ സത്ഗതി ചെയ്യുന്നത്. ജിൻകാ നാം ഗീത രക്കാഹി. ബാബ നൽകുന്ന ഈ ജ്ഞാനത്തെ, അല്ലെ, കുട്ടികളെ എഴുതിയപ്പോൾ എന്തായി അതിന്റെ പേര്? ഗീത. ബാപ്കോ ബുലാത്തെ ഹെ ആകർ യഹാ സ്വർഗ മേ ലേ ചലോ. അല്ലെ, ബാബയോട് പറയാണ്, ബാബ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. തോ പുരാണി ദുനിയാക്ക വിനാശോ ജായിക. അപ്പോ പഴയ ലോകത്തിന് വിനാശം സംഭവിക്കും. അല്ലെ, അപ്പൊ ബാബ നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഈ പഴയ ലോകത്തിന് എന്ത് സംഭവിക്കണം? ഇവിടെ തന്നെയല്ലേ സ്വർഗമാകേണ്ടത്. അപ്പൊ പഴയ ലോകത്തിന് വിനാശം സംഭവിക്കും. നാച്ചുറൽ കലാമിറ്റീസ് തൂഫാൻ ആയെങ്കിൽ ബഹുത് സോർസി. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും, കൊടുങ്കാറ്റുകൾ വീശും, ഭയങ്കര ശക്തമായിട്ടായിരിക്കും, അല്ലെ, കൊടുങ്കാറ്റുകളൊക്കെ വീശുന്നത്. ബാപ്പാക്കർ ബേസംബിച്ച് സംസിദ്ധർ ബനാത്തി. ബാബ വന്നിട്ട് കുട്ടികളെ വിവേകിയിൽ നിന്നും, വിവേകശൂന്യരിൽ നിന്നും വിവേകശാലികളാക്കി മാറ്റുകയാണ്. तो बाप कहते हैं हमने तुमको कितना धन दिया था. ബാബ പറയാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് എത്രമാത്രം സമ്പത്ത് നൽകിയിരുന്നു, എത്രമാത്രം ധനം നൽകിയിരുന്നു. बेहद का बाप पूछते हैं कहाँ किया. तो तुमने तुमको कितना धन दिया था, कितना धन था, इतना सब कहाँ गवाया. ബാബ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് അത്രയും ധനം നൽകിയിരുന്നു, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സമ്പത്ത് ഞാൻ നൽകിയിരുന്നു. അതൊക്കെ എവിടെ കളഞ്ഞു കുളിച്ചു, എവിടെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി. बेहद का बाप पूछते हैं कहाँ किया. പരിധികളില്ലാത്ത അച്ഛൻ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എണ്ണിയാൻ ഒടുങ്ങാത്ത സമ്പത്ത് തന്നിട്ട് എവിടെ കളഞ്ഞു കുളിച്ചു. തും ഇത്തിനെ ഇൻസോൾവെന്റ് കേസ് ബൻ ഗയേ. ഇത്രയും പാപ്പരായിട്ട് നിങ്ങൾ മാറിയത് എങ്ങനെയാണ്? ആദ കൽപ്പസെ ധൻ ഗവാത്തെ ഗവാത്തെ തും ഇൻസോൾവെന്റ് ബൻ പടേ ഹോ. അരക്കൽപ്പകാലമായിട്ട് ധനം ചെലവഴിച്ച് നമ്മള് ആരായി? പാപ്പരായി തീർന്നു. ഭാരത് സോനയ്ക്ക് ചിടിയാതാ സോ അബ് ക്യാ ബൻ ഗയാ. ഭാരതം സ്വർണ്ണ പക്ഷിയായിരുന്നു. സത്യേന്ദ്രദായത്തിലെ ഭാരതം എന്താണ്? സ്വർണ്ണ പക്ഷിയായിരുന്നു. ഇപ്പോഴോ? ഫിർ പതിത് പാവൻ ബാപ്പ് ആയേ ഹേ രാജോക്സിക്കാരി. വീണ്ടും പതിത പാവനായ ബാബ വന്നിരിക്കുകയാണ്, കുട്ടികളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. अब बाप कहते हैं पुरुषार्थ कर स्वर्ग का मालिक बनकर दिखाना. ഇപ്പൊ ബാബ പറയാണ്, കുട്ടികളെ പുരുഷാർത്ഥം ചെയ്ത്
സ്വർഗത്തിന്റെ അധികാരിയായി കാണിക്കണം. അല്ലേ? സ്വർഗത്തിന്റെ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഈസ് പുരാണി ദുനിയാക്ക വിനാശ് ഹോന ഹി, ഈ പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. ബാക്കി തോടെ സമയം, ഇനി കുറച്ച് സമയം ബാക്കി. ഡൈവി ശുരു ഹോ ജായി, യുദ്ധവും ആരംഭിക്കും. ആറ്റമിക് ബോംബ്സ് ശുരു തബ് കരേങ്കെ ജബ് തുമാരി കർമാതീത് അവസ്ഥ ഹോഗി. കുട്ടികൾ കർമാതീത അവസ്ഥയിൽ എത്തുമ്പോൾ ആറ്റമിക് ബോംബ്സ് പ്രയോഗിക്കാൻ തുടങ്ങും. तो स्वर्ग में जाने के लायक बनेंगे. അല്ലെ? അപ്പൊ നമ്മുടെ കർമാതീത അവസ്ഥ ഉണ്ടാവും, അല്ലെ? നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആറ്റമിക് ബോംബ്സ് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. തബ്തക് ബനാത്തിരേക്ക്, അതുവരെയും എന്ത് ചെയ്യും? ഈ ആറ്റമിക് ബോംബ്സ്, ആണവായുധങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കും. ബാപ്പ് ഫിർ ഭി ബച്ചോं को कहते हैं याद की यात्रा करते रहो. ഇപ്പൊ ബാബ കുട്ടികളോട് പറയുന്നത് എന്താണ്? ഏത് പുരുഷാർത്ഥം ചെയ്യാനാ പറയുന്നത്? ഓർമ്മയാകുന്ന യാത്ര ചെയ്തുകൊണ്ടേയിരിക്കൂ, ചെയ്തുകൊണ്ടേയിരിക്കൂ. ഇസ്മേഹി മായ വിഘ്ന ഡാൽത്തി, ഇതിലാണ് മായ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓർമ്മയാകുന്ന യാത്രയിലാണ് മായ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അച്ഛാ मीठे मीठे से खिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, देवता बनना है तो इसलिए खान पान बड़ा शुद्ध रखना है. ദേവി ദേവതകളായിട്ട് മാറണമെങ്കിൽ ആഹാരപാനീയങ്ങൾ വളരെ ശുദ്ധമായിരിക്കും. അശുദ്ധിക്ക ത്യാഗ് കർണ, സർവ അശുദ്ധികളെയും ത്യജിക്കണം. സെക്കൻഡ് പോയിന്റ്, ദേവതയാകണമെങ്കിൽ ആഹാരപാനീയങ്ങളിൽ വളരെ ശുദ്ധി പുലർത്തണം, വളരെ ശുദ്ധി ഉണ്ടായിരിക്കണം. അശുദ്ധിയെ ത്യാഗം ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് ക്ലാസ് ഫുൾ ബന്നായി, നല്ല ഫസ്റ്റ് ക്ലാസ് പുഷ്പങ്ങളായിട്ട് മാറണം. സ്വർഗമേ ജനക്കിലെ പുരപുര ലയക് ബന്നായി, സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പൂർണ്ണമായി യോഗ്യരാകണം. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പൂർണ്ണമായി യോഗ്യരാകണം. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സായ പുഷ്പങ്ങളായിട്ട് മാറുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പൂർണ്ണമായി യോഗ്യരാകണം. അല്ലെ? അല്ലെ? ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പുഷ്പങ്ങളാകണം, സ്വർഗത്തിലേക്ക് പോകാൻ പൂർണ്ണമായി യോഗ്യരാകണം. കർമാതീത അവസ്ഥയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യണം. കർമാതീത അവസ്ഥയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യണം. वरदान, श्रेष्ठ कर्म द्वारा सिमरन योगी बनने वाले योगयुक्त युक्तियुक्त भव. ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ജപിക്കാൻ യോഗ്യരായിട്ട്, ജപിക്കപ്പെടാൻ, സ്മരിക്കപ്പെടാൻ യോഗ്യരായി മാറുന്ന യോഗയുക്തവും യുക്തിയുക്തവുമായി ഭവിക്കൂ. आपका एक एक कर्म जितना श्रेष्ठ होगा उतना ही श्रेष्ठ आत्माओं में सिमरन किए जाएंगे. അപ്പോ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ സ്മരണയോഗ്യരായി മാറുന്ന യോഗയുക്തരും യുക്തിയുക്തരുമായി ഭവിക്കും. നമ്മുടെ ഓരോരോ കർമ്മങ്ങളും എത്ര ശ്രേഷ്ഠമാകുന്നു, നമ്മുടെ ഓരോരോ കർമ്മങ്ങളും എത്ര ശ്രേഷ്ഠമാകുന്നു അത്രയും ശ്രേഷ്ഠ ആത്മാക്കളുടെ കൂട്ടത്തിൽ സ്മരിക്കപ്പെടാൻ യോഗ്യരാകും. നമ്മൾ ശ്രേഷ്ഠ ആത്മാക്കളോടൊപ്പം ശ്രേഷ്ഠ ആത്മാവായിട്ട് സ്മരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഓരോരോ കർമ്മവും എത്രമാത്രം ശ്രേഷ്ഠമാണോ അത്രയും നമ്മൾ ആരാകും? ശ്രേഷ്ഠാത്മാക്കളില് സ്മരിക്കപ്പെടാൻ യോഗ്യരാകും. भक्ति के नाम सिमरन करते हैं, लेकिन यहाँ जो श्रेष्ठ आत्माएं हैं उनके गुणे और कर्म को मिसाल बनाने के लिए सिमरन करते हैं. ഭക്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജപിക്കുന്നുണ്ട്.
ശിവശിവ കൃഷ്ണ കൃഷ്ണ ജപിക്കുന്നുണ്ട്. അല്ലെ? ബാബ പറയാണ് ഇവിടെ ആരാണോ ശ്രേഷ്ഠ ആത്മാക്കൾ അവരുടെ ഗുണങ്ങളും അവരുടെ കർമ്മങ്ങളും ഉദാഹരണത്തിന് വേണ്ടി സ്മരിക്കുന്നു. മാതൃകയായി ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുന്നു? സ്മരിക്കും. അപ്പൊ ഇവിടെയുള്ള ശ്രേഷ്ഠ ആത്മാക്കളുടെ ഗുണങ്ങളും കർമ്മങ്ങളും ഉദാഹരണത്തെ രൂപത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആപ്പ ശ്രേഷ്ഠ കർമ്മക്കെ ആധാർ പർ സിമരൻ യോഗ്യ ബനത്തെ. അല്ലെ? നമ്മൾ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ആധാരത്തിൽ സ്മരണ യോഗ്യരായി മാറുകയാണ്. മറ്റുള്ളവർ ജപിക്കപ്പെടാൻ യോഗ്യരായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ആധാരത്തിൽ. അപ്പൊ ഇവിടെ ശ്രേഷ്ഠ ആത്മാക്കൾ ആരുണ്ടോ അവരുടെ ഗുണങ്ങളും കർമ്മങ്ങളും ഉദാഹരണമായിട്ട് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ഉദാഹരണ രൂപത്തിൽ. ഇസ്കലിയെ യോഗ്യുക്ത ബനം. അപ്പൊ നമ്മുടെ ശ്രേഷ്ഠ കർമ്മങ്ങള് സ്മരിക്കപ്പെടണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആരാകണം? യോഗയുക്തരായിട്ട് മാറണം. യോഗയുക്ത ബന്നസെ ഹർ സങ്കൽപ ശബ്ദ കർമ്മ യുക്ത ആവശ്യക. നമ്മൾ യോഗയുക്തരാകുമ്പോൾ നമ്മുടെ ഓരോ സങ്കല്പവും നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ഓരോ കർമ്മവും തീർച്ചയായിട്ടും യുക്തിയുക്തമാകും. അയുക്ത കർമ്മ സങ്കല്പ ഹോനയിസക്ക. അവരിൽ നിന്നും അയുക്തമായ കർമ്മങ്ങളോ അയുക്തമായ സങ്കല്പങ്ങളോ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആ കുട്ടികൾ എപ്പോഴും യോഗയുക്തമായിരിക്കും. എ ബി കണക്ഷൻ, ഇത് ബാബയോടുള്ള നമ്മുടെ കണക്ഷനാണ്. അപ്പൊ ബാബ പറഞ്ഞത് എന്താണ്? നമ്മളുടെ ഓരോരോ കർമ്മവും എത്രമാത്രം ശ്രേഷ്ഠമാകുന്നു അത്രയും നമ്മൾ ശ്രേഷ്ഠ ആത്മാക്കളുടെ കൂട്ടത്തിൽ സ്മരിക്കപ്പെടും. ഭക്തിയുടെ പേര് തന്നെ സ്മരിക്കുക എന്നുള്ളതാണ്. ബാബ പറയാൻ ഇവിടെ ശ്രേഷ്ഠ ആത്മാക്കളുടെ ഗുണങ്ങളും കർമ്മങ്ങളും ഉദാഹരണമാക്കി മാറ്റിക്കൊണ്ട് സ്മരിക്കും. എല്ലാവരും ഉദാഹരണമാക്കി എടുത്ത് ഉദാഹരണ സ്വരൂപത്തിൽ അവരെ സ്മരിക്കും. ബാബ പറയാണ് നമ്മൾ നമ്മുടെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ആധാരത്തിൽ അല്ലെ സ്മരിക്കപ്പെടാൻ യോഗ്യരായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മൾ ആരാകണം? അല്ലെ? നമ്മുടെ കർമ്മങ്ങള് അല്ലെ ശ്രേഷ്ഠമാകണമെങ്കിൽ നമ്മൾ യോഗയുക്തരാകണം. യോഗയുക്തരാകുന്നതിലൂടെ ഓരോ സങ്കല്പവും ഓരോ വാക്കും ഓരോ കർമ്മവും തീർച്ചയായിട്ടും യുക്തിയുക്തമായിരിക്കും. അവരിൽ ഒരിക്കലും യുക്തിയുക്തമല്ലാത്ത അയുക്തമായ കർമ്മങ്ങളോ സങ്കല്പങ്ങളോ ഉണ്ടാവുകയില്ല. ഇതാണ് യോഗയുക്ത സ്ഥിതി എന്ന് പറയുന്നത്. നമുക്ക് ഭാവി തമ്മിലുള്ള കണക്ഷൻ. സ്ലോഗൻ: നിമിത്ത് ഓർ നിർമ്മാൺ ചിത്ത് യഹി സച്ചേ സേവാദാരി കെ ലക്ഷൺ ഹൈ. എന്താണ് സത്യമായ സേവാദാരിയുടെ ലക്ഷണം? സ്ലോഗൻ പറയുന്നു, സത്യമായ സേവാദാരിയുടെ ലക്ഷണം നിമിത്ത ഭാവം, അല്ലെ? വളരെ വിനയചിത്തരായിരിക്കുക. നിമിത്ത ഭാവത്തിലിരിക്കെ വിനയചിത്തരായിരിക്കുക. ആ നിമിത്ത ബോധവും അല്ലെ വിനയചിത്തരുമായിരിക്കുക എന്നുള്ളതാണ് സത്യമായ സേവാദാരിയുടെ ലക്ഷണം. സത്യമായ സേവാദാരിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും, ഞാൻ ഭഗവാന്റെ കൈകളുടെ ഇൻസ്ട്രുമെന്റ് ആണ്, ഞാൻ ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള ഓർമ്മയുണ്ടാവും. അടുത്ത എന്താണ്? അല്ലെ? സത്യമായ സേവാദാരി വളരെ വിനയചിത്തനായിരിക്കും. ഓം ശാന്തി. ബാബ എന്താ പറഞ്ഞു? दे